മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബാക്കിൽ അത്രത്തോളം കംഫർട്ടൊന്നും ഫീൽ ചെയ്യും. ക്രോമിയം ബാഡ്ജായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു നോബ്. സോ ഹായ് ഗൈസ്, ദി ടർബോ 14 എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഏറ്റവും പുതിയ റോയൽ എൻഫീൽഡ് സൂപ്പർ മീറ്റിയോർ 650 എന്ന് പറഞ്ഞൊരു വാഹനമാണ്. അപ്പോൾ ഇത് 3 വേരിയൻസിൽ അവൈലബിൾ ആണ്. ഒന്ന് ആസ്ട്രൽ, ഒന്ന് ഇൻട്രസ്റ്റെല്ലാർ, പിന്നെ ഒന്നത് സെലസ്റ്റിയൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ റോയൽ എൻഫീൽഡ് സൂപ്പർ മീറ്റിയോർ 650 എന്ന് പറഞ്ഞ വാഹനം. ആദ്യം തന്നെ നമുക്ക് മുൻഭാഗത്തും തുടങ്ങാം. ടോപ്പ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിൻഷീൽഡ് സ്റ്റോക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വിൻഷീൽഡ് ഏരിയയാണ്. ഈ ഒരു സെൻറ്ററിലെ റോയൽ എൻഫീൽഡ് ഒരു ലോഗോ കൊടുത്തിട്ടുള്ളത് കാണാം. അവിടുന്ന് തൊട്ട് താഴേക്ക് വരുമ്പോൾ റോയൽ എൻഫീൽഡ് ഇപ്പോഴത്തെ മിക്ക വണ്ടികളിലും കണ്ടുവന്നിട്ടുള്ള ഒരു സെയിം LED ഹെഡ്ലാമ്പ് യൂണിറ്റാണ് ഇപ്പം കാണാൻ സാധിക്കുന്നത്. അതിന് സെൻറ്ററിലായും ആ റോയൽ എൻഫീൽഡ് ഒരു ലോഗോ കാണാം. ജസ്റ്റ് ഞാനൊന്ന് ഓണാക്കി കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ സെറ്റപ്പ് വരുന്നത്. താഴെ ലോ ബീമും അതുപോലെ തന്നെ മുകളിലെ ഹൈ ബീമുമാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താലേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പുതിയൊരു ഹെഡ്ലാമ്പ് സെറ്റപ്പ് മുൻഭാഗത്തായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇരു ഭാഗങ്ങളെയും നോർമൽ ഇൻഡിക്കേറ്റേഴ്സാണ്, LED അല്ല കൊടുത്തിട്ടുള്ളത്. സാധാരണ ഇപ്പോൾ നമ്മൾ ക്ലാസിക്കിലേക്കൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ LED ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ ഇപ്പോഴും ടോപ്പ് മോഡലിൽ നമുക്ക് ഈ ഒരു നോർമൽ ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അവിടുന്ന് തന്നെ തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് USD ഫോർക്സ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ആ ഒരു ഫോർക്കിൻ്റെയൊക്കെ സൈസ് കണ്ടെത്തേണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഷോക്ക് അബ്സോർബേഴ്സ് ആണ്. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് അഡീഷണലായിട്ട് 2 ക്രോമിയമിൻ്റെ ഫിറ്റിങ്സ് നമുക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് തന്നെ ഈ ഒരു മഡ്ഗാർഡിൻ്റെ ഒക്കെ ഏരിയ കണ്ടാൽ ഇതൊരു സിംഗിൾ ടോണിലാണ് വരുന്നത്. എന്നാൽ ഇതിന് തൊട്ട് താഴെയുള്ള ഒരു ഇൻട്രസ്റ്റെല്ലാർ എന്ന് പറഞ്ഞ മോഡൽ നമുക്കൊരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ആ ഒരു മഡ്ഗാർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രേ ഫിനിഷിലുള്ള ഒരു എലമെൻ്റൊക്കെ ഇതിന് മുകളിൽ കൊടുത്തിട്ടുള്ളത് കാണാം. ബേസ് മോഡൽ തൊട്ട് തന്നെ നമുക്ക് അലോയ് വീൽസ് അവൈലബിൾ ആണ്. ഫ്രണ്ടിലെ വലിയൊരു 320 mm ഡിസ്ക് ബ്രേക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഡ്യുവൽ ചാനൽ ABS അവൈലബിൾ ആണ്. മിറേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഫുള്ളി ഒരു ക്രോമിയം ഫിനിഷിലാണ് ഒരു മിററും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലുള്ള റോയൽ എൻഫീൽഡ് ആ ഒരു ക്ലാസിക് മിററുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക് ലിവറിൻ്റെ കാര്യം പറയുമ്പോൾ ഫുള്ളി ഒരു മെറ്റാലിക് ഫിനിഷുള്ള ബ്രേക്ക് ലിവറും കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു ബ്രേക്ക് ലിവർ ആയാലും അതുപോലെ തന്നെ ക്ലച്ചും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു നോബ് വെച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അവിടുന്ന് തന്നെ തൊട്ട് താഴേക്ക് വരുമ്പോൾ വലിയൊരു സൈഡ് ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുള്ളത് കാണാം. അതിന് മുകളിൽ നമുക്ക് റോയൽ എൻഫീൽഡ് ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അത് സ്റ്റിക്കറും കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ എൻഗ്രേവ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഒരു മുൻഭാഗത്ത് നമുക്ക് വലിയൊരു റേഡിയേറ്റർ ഗ്രില്ല് അവൈലബിൾ ആണ്. സൈഡിലായിട്ടൊക്കെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഡിസൈൻ എലമെൻറ്റ്സ് കാണാം. ആ ഒരു നെറ്റും കാര്യങ്ങളൊക്കെ തന്നെ നല്ലൊരു ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് താഴെ സ്കിഡ് പ്ലേറ്റ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അത് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. ഡ്യുവൽ എക്സോസ്റ്റ് ടിപ്പ് നമുക്ക് ഈ ഒരു എഞ്ചിനിൽ നിന്ന് പിന്നിലേക്ക് പോകുന്നത് കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫുഡ് പാക്ക് വരുന്നത് കുറച്ച് മുന്നിലായിട്ടാണ്. ഇതൊരു ക്രൂയിസർ മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സീറ്റിംഗ് അതുപോലെ തന്നെ ഫുഡ് പാക്ക് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. നല്ല ഫ്രണ്ടിലേക്ക് കയറിയാണ് കൊടുത്തിട്ടുള്ളത്. റോയൽ എൻഫീൽഡ് ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊരു ഫുഡ് പാക്കിന് മുകളിലും കൊടുത്തിട്ടുള്ളത് കാണാം. ഒരു റബ്ബർ ബുഷോട് കൂടിയ ബ്രേക്ക് പെഡൽസൊക്കെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അവിടുന്ന് തന്നെ മെയിൻ ഈ ഒരു എഞ്ചിൻ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ഒരു എഞ്ചിൻ ഭാഗം കൊടുത്തുള്ള ഒരു മെറ്റാലിക് ഗ്രേ ഫിനിഷും അതുപോലെ തന്നെ ചെറിയൊരു ആഷ് കളറിൻ്റെ ഒരു ഫിനിഷിലാണ് ആ ഒരു എഞ്ചിൻ ഏരിയ കൊടുത്തിട്ടുള്ളത്. എഞ്ചിൻ സ്പെക്കിൻ്റെ കാര്യമൊക്കെ തന്നെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അവിടെ നിന്ന് തന്നെ നേരെ ആദ്യം മുകളിലേക്ക് ടാങ്കിലേക്ക് വരുമ്പോൾ ബേസ് മോഡൽ നമുക്ക് റോയൽ എൻഫീൽഡ് ജസ്റ്റ് ഒരു ടിക്കറിങ് മാത്രമാണ് വരുന്നതെങ്കിൽ ഈ ഒരു ടോപ്പ് മോഡലിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു റോയൽ എൻഫീൽഡ് ഫുള്ളി ഒരു ക്രോമിയം ബാഡ്ജായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിൽ ചെറിയൊരു ഡിസൈൻ എലമെൻ്റൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത് കാണാം. റോയൽ എൻഫീൽഡ് എന്നതിന് മുകളിൽ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു ടാങ്കും കാര്യങ്ങളും തന്നെ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടോപ്പ് സെലസ്റ്റിയൽ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് റെഡ് വൈറ്റും അതുപോലെ തന്നെ വൈറ്റ് ബ്ലൂ എന്നുള്ളൊരു കളർ തീമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 7 കളേഴ്സിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ ആസ്ട്രൽ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളി ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടുന്ന് തൊട്ട് മുകളിലേക്ക് വരുമ്പോൾ ഇൻട്രസ്റ്റെല്ലാർ എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് 2 കളർ ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഞാൻ സ്ക്രീൻ സൈഡിൽ കാണിച്ചു തരാം. അവിടുന്ന് തന്നെ ടോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സെലസ്റ്റിയൽ മോഡലിലേക്ക് വരുമ്പോൾ 2 കളർ തീംസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ടാങ്കിൻ്റെയൊക്കെ കാര്യം പറയാൻ ഒരു ഇച്ചിരി സ്ലാൻഡിങ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു ടാങ്കും പൊസിഷനും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് ആണെന്ന് പറഞ്ഞായിരുന്നു. മുകളിലെ ഒരു വൈറ്റും താഴെ ഒരു റെഡ് ഫിനിഷിലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ തന്നെ എൻ്റെ ഒരു സെപ്പറേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുന്ന് തന്നെ ഈ ഒരു ചേസിൻ്റെ ഒരു പോർഷനൊക്കെ തന്നെ ഈ ഒരു ഫ്രണ്ടിൽ നിന്നും ഈ ഒരു സൈഡിൽ നിന്നൊക്കെ തന്നെ വിസിബിളാണ്. ഇതൊരു ട്യൂബുലർ സ്പൈൻ ഫ്രെയിം എന്നതാണ്. ഇതൊരു പുതിയൊരു ഫ്രെയിമാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അവിടുന്ന് തന്നെ ഈ ഒരു എഞ്ചിൻ്റെ ഈ ഒരു സൈഡിലെ പോർഷനൊക്കെ തന്നെ ഒരു ക്രോമിയം ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിൽ നമുക്കൊരു ആക്സിലേറ്ററിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു ഇലക്ട്രിക്കൽ
ലൈൻസും ഈ ഒരു സൈഡിലായി നമുക്ക് കാണാം. ഈ ഒരു 648 എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 648cc എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെ ഈ ഒരു പോർഷനൊക്കെ തന്നെ ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് വരുമ്പോൾ ഫുള്ളി ഒരു സിംഗിൾ ടോണിലാണ് വരുന്നത്. നമുക്ക് ഇതിന് താഴെയുള്ള മോഡൽ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ഈ ഒരു സൈഡ് പോർഷനൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിൽ സൂപ്പർ മീറ്റിയോർ 650 എന്നുള്ള വലിയൊരു സ്റ്റിക്കറിങ് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ചെറിയൊരു ക്രോം എലമെൻറ്റ്സ് ഒക്കെ തന്നെ ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചേസിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് വിസിബിളാണ്. അവിടെ നിന്ന് തന്നെ പിന്നിലേക്ക് വരുമ്പോൾ റോയൽ എൻഫീൽഡ് എന്ന് എഴുതിയിരിക്കുന്ന സെയിം ഒരു ഫുഡ് പാക്ക് പിന്നിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫുള്ളി ഒരു ക്രോമിയം ഫിനിഷിലാണ് ആ ഒരു എക്സോസിൻ്റെ പൈപ്പുകളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ആസ്ട്രലോ അതിൽ ഇൻട്രസ്റ്റെല്ലാറിൽ നമുക്ക് സ്പ്ലിറ്റ് സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഒരു ടോപ്പ് മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റോക്കായിട്ട് തന്നെ ഒരു ടൂറിംഗ് സ്പെക്ക് സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പിന്നിലെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബാക്ക് റെസ്റ്റും ഈ ഒരു മോഡലിൽ നമുക്ക് സ്റ്റോക്കായിട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് ആ ബാക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാഹനത്തിൽ എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു സൈഡ് ബോക്സുകൾ എന്ന് പറയുന്നത്. അതായത് റോയൽ എൻഫീൽഡ് എന്ന് എഴുതിയ കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിട്ടുള്ള 2 സൈഡ് ബോക്സുകൾ നമുക്ക് ഇരുഭാഗങ്ങളിലേക്ക് ഒരു ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരുന്ന രീതിയിലാണ് റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ പിന്നിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുന്ന് തൊട്ട് താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു ചെറിയ സൈസുള്ള ദൂരെ നോക്കുമ്പോൾ ചെറിയൊരു ബ്രേക്ക് ലൈറ്റാണെന്ന് തോന്നും. ആ ഒരു മഡ് ഗാർഡും കാര്യങ്ങളും ആയാലും വീൽ ആർച്ചും കാര്യങ്ങളും അത്യാവശ്യം നല്ല വൈഡായിട്ടാണ്. എൻ്റെ ഒരു കൈയെക്കാട്ടിലും വലിപ്പമുണ്ട് അതിന്. ഒരു വലിയൊരു വീൽ ആർച്ചും കാര്യങ്ങളാണ് ഈ ഒരു പിന്നിലായി കാണാൻ സാധിക്കുന്നത്. മുന്നിൽ കണ്ടപോലെ ഒരു പിയാനോ ബ്ലാക്ക് ഇൻസൈഡിന് മുകളിലെ ഒരു സിൽവർ ഇൻസൈറ്റും കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ബ്രേക്ക് ലൈനിന് മുകളിൽ. അവിടുന്ന് താഴേക്ക് വരുമ്പോഴാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് ഇൻഡിക്കേറ്റർ അവൈലബിൾ ആയിട്ടുള്ളത്. താഴെ നമുക്ക് നമ്പർ പ്ലേറ്റ് ഏരിയ ഉണ്ട്. അതൊരു വൈറ്റ് LED ലൈറ്റാണ് ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും താഴെ ചെറിയൊരു റിഫ്ലക്ടർ ഏരിയ കൊടുത്തിട്ടുള്ളത് കാണാം. ഈ ഒരു രീതിയാണ് ഒരു പിന്നിൽ നിന്നുമുള്ള എക്സോസ്റ്റിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും ലഭിക്കുന്നത്. ഇനി അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഇരുഭാഗങ്ങളെ നമുക്ക് പിടിക്കാനുള്ളൊരു ഗ്രാബ് ഹാൻഡിൽ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ സൈഡ് ബോക്സോ അല്ലെങ്കിൽ ഈ ഒരു ഓക്സിലറി ലൈറ്റ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതും റോയൽ എൻഫീൽഡിൻ്റെ തന്നെയാണ്. അതിനുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഒരു ലോഗോ ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളത് കാണാം. ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിന്നിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. പിന്നിൽ നിന്ന് ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നമുക്ക് ചെയിനൊക്കെ വിസിബിളാണ്. ഹാഫ് കവറായിട്ടാണ് ചെയിൻ വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ പിന്നിലെയും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിസ്ക് ബ്രേക്സ് ആണ് കാണാൻ സാധിക്കുന്നത്. ഡ്യുവൽ ചാനൽ ABS ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടയർ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല മാസീവായിട്ടുള്ളൊരു ടയറുകളും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത്രയും വലിയൊരു വാഹനം ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ടയറും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. 150/80 16 ഇഞ്ചിൻ്റെ ടയർ സൈസാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ ടയർസാണ് പിന്നിലേക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മുന്നിലേക്ക് വരുമ്പോൾ 100/90 19 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് ഫ്രണ്ടിലേക്ക് കാണാൻ സാധിക്കുന്നത്. C8ൻ്റെ ടയർസാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പുറമേ ഉള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി ഈ വാഹനത്തിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് വരുന്നത് 740 mm ആണ്. ഒന്നാമത്തെ കാര്യം ഇതൊരു ക്രൂസർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റും കാര്യങ്ങളും അതനുസരിച്ചാണ് വരുന്നത്. ഒരുപാട് ഹൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഇനി ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു വാഹനം 241 കിലോ ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. അപ്പോൾ അത്രത്തോളം ഹെവി ആയിട്ടുള്ളൊരു വാഹനം ആയതുകൊണ്ട് തന്നെ കൊണ്ടു നടക്കാൻ നമുക്ക് സിറ്റി ട്രാഫിക്കിലേക്ക് കൊണ്ടു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല കുഷനായിട്ടുള്ള സീറ്റുകളും കാര്യങ്ങളാണ് വരുന്നത്. പിന്നിലെ സീറ്റും നമുക്ക് ഇതിൻ്റെ മറ്റ് വേരിയൻറ്റിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് പിന്നിലെ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ട് തരുന്ന സീറ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ താഴെ ലാസ്ട്രൽ ആയാലും ഇൻട്രസ്റ്റെല്ലർ ആയാലും അതിൻ്റെ സീറ്റ് ഫ്രണ്ടിൽ വലിയ സീറ്റും അതുപോലെ തന്നെ പിന്നെ ചെറിയൊരു സീറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് റെസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു വാഹനത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ബാക്കിൽ അത്രത്തോളം കംഫർട്ടൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അത് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ വലിയ സീറ്റാണ്, കുറച്ചുകൂടെ വൈഡായിട്ടുള്ള സീറ്റുകളും കാര്യങ്ങളാണ് ഈ ഒരു ബാക്ക് റെസ്റ്റൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബോക്സും കാര്യങ്ങളും അഡീഷണൽ ചെയ്താണെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അതായത് ഇതിൽ തന്നെയാണ് ആ ഒരു ബോക്സിൻ്റെ കീ വരുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് അതിന് മുകളിലും കാണാം. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു കീ ആണ്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കീയും ഈ ഒരു കീയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഒരു പോർഷൻ നമുക്കത് ഓപ്പൺ ചെയ്യാം. ഈ ഒരു രീതിയാണത് ഓപ്പണായി വരുന്നത്. അത്യാവശ്യം നോർമലായിട്ടുള്ളൊരു സ്പേസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ബുക്കും മാനുവലും ഒക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റൈഡിങ് ഗ്ലൗസും കാര്യങ്ങളും വെക്കാം. നമ്മൾ ലോങ് യാത്രയൊക്കെ പോകുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും സെയിം ആ ഒരു ബോക്സ് വരുന്നുണ്ട്. ബോക്സ് ഞാൻ ഓപ്പണായി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ബോക്സിനുള്ളിൽ ലഭിക്കുന്നത്. അവിടുന്ന് തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് സെൻട്രൽ സ്റ്റാൻഡ് അവൈലബിൾ ആണ്. ഏകദേശം 135 mm ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പക്ഷേ വണ്ടിയുടെ ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയൊരു സ്റ്റാൻഡായിട്ട് തോന്നി.
പക്ഷേ എന്നാലും ഇത്രയും വെയിറ്റ് അതിന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ട്വിൻ സ്പാർക്ക് പ്ലഗ് നമുക്ക് ഇരുഭാഗങ്ങളെയും കാണാം. ഇനി അവിടുന്ന് തന്നെ ഈ ഒരു ടാങ്കിൻ്റെയൊക്കെ കാര്യം പറയാം. ടാങ്ക് നമുക്ക് ഏകദേശം 15.7 ലിറ്ററാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. ഇത് നമുക്ക് ഹിഞ്ച് ഫിറ്റിംഗ് ആയിട്ടുള്ള ടാങ്ക് തന്നെയാണ്. അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു E20 ഫ്യൂൽ സപ്പോർട്ടിങ്ങിൻ്റെ ഒരു സ്റ്റിക്കർ ഈ ഒരു ഫ്രണ്ടിൽ നമുക്ക് കാണാം. ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ ഏരിയ ഒക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ഇനി നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളിലേക്ക് വരാം. മീറ്റർ കൺസോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളിൽ കണ്ടുവന്നിട്ടുള്ള ഒരു സെയിം രീതിയിലുള്ള മീറ്റർ കൺസോൾ തന്നെയാണ് ഇതിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സൈഡിൽ നമുക്ക് സെമി ഡീറ്റെയിലുള്ള മീറ്റർ കൺസോളാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 160 ആണെന്നാണ് കമ്പനി പറയുന്നത്. നമ്മളിതുവരെ അങ്ങനെ ടോപ്പ് സ്പീഡൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവനായാലും ഇത് ഒരു 80-90 വരെ ഇതുവരെ മാക്സിമം ഓടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് കുറച്ച് നാളാവുന്നേ ഉള്ളൂ. ടാക്കോമീറ്റർ ഇതിൽ അവൈലബിൾ അല്ല. ഫ്യൂവലിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഈ ഒരു ഡീറ്റെയിൽ ഏരിയയ്ക്കുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താഴെ ഗിയർ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഐ സ്വിച്ച് വെച്ച് നമുക്ക് ഈ ഒരു ട്രിപ്പ് എ ട്രിപ്പ് ബി ഓഡോമീറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാം. ഒരുപാട് വലിയ ഫീച്ചറുകളോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തില്ല. താഴെ വാർണിങ്സുകൾ കാര്യങ്ങളും കാണാം. റൈറ്റ് സൈഡിൽ ട്രിപ്പ് മീറ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടേൺ ടു ടൈം നേവിഗേഷൻ കാര്യങ്ങളും ഈ ഒരു ട്രിപ്പ് മീറ്ററിൽ അവൈലബിൾ ആണ്. ഇനി അവിടുന്ന് തന്നെ ഈ ഒരു താഴെ വാർണിങ്ങുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എൻജിൻ ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഇത് കൊടുത്തിട്ടില്ല. ആ ഒരു ടെമ്പറേച്ചറിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ കുറച്ച് ഓടി വന്നപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹീറ്റ് നമുക്ക് ആ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്വിച്ചുകളിലേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി സ്വിച്ചുകളാണ് കൊടുത്തുള്ളത്. ഒരു അലൂമിനിയം ഫിനിഷിലാണ് ആ ഒരു പോർഷനൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ റോയൽ എൻഫീൽഡ് മറ്റു വണ്ടിയിൽ കണ്ടുള്ള സെയിം ഒരു റോട്ടറി സ്വിച്ചാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. റോയൽ എൻഫീൽഡ് ബാഡ്ജിങ് അതിന് മുകളിലും കാണാൻ സാധിക്കും. ഹൈ ബീം ലോ ബീം അതുപോലെ പാസിൻ്റെ സ്വിച്ച് കാണാം. അതുപോലെ ഐ ബട്ടൺ ഇത് വെച്ചാണ് നമുക്ക് ആ ഒരു മീറ്റർ കൺസോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അവിടെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചുകളാണ്. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ള ഒരു സിംഗിൾ ഹോണാണ്. അത് കുറച്ചൊന്ന് മാറ്റായിരുന്നു. ഒരു ഡുവൽ ഹോണെങ്കിലും ഇതിൽ കൊടുക്കാമായിരുന്നു. ഇത്രയും വലിയൊരു വണ്ടിയായപ്പോൾ തന്നെ ഈ ഒരു സിംഗിൾ ഹോണാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് ചെറിയൊരു ഇഷ്ടക്കേടായിട്ട് തോന്നി. അത് ജസ്റ്റ് ഒന്ന് മാറുവാനും കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പോൾ അത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഓക്സിലറി ലൈറ്റ് എക്സ്ട്രാ ഫിറ്റ് ചെയ്തതിൻ്റെ ഒരു സ്വിച്ചാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എൻജിൻ ഓൺ ഓഫിൻ്റെ ഒരു കിൽ സ്വിച്ച് കാണാം. അതുപോലെ തന്നെ ഹസാർഡിൻ്റെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ തന്നെയാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സോസ്റ്റ് നോട്ട് വരുന്നത്. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. ഓവറായിട്ടുള്ളൊരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം എൻജിൻ എത്രത്തോളം റിഫൈൻഡ് ആയിട്ടുണ്ടെന്ന്. വണ്ടി സ്റ്റാർട്ടായിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ടാങ്കിന് മുകളിൽ കാര്യമായിട്ടുള്ള വൈബ്രേഷനോ കാര്യങ്ങളൊന്നും തന്നെ അറിയാമില്ല. അതുപോലെ റോയൽ എൻഫീൽഡിൻ്റെ മിറേഴ്സൊക്കെ നമുക്ക് കണ്ടാൽ സ്റ്റാർട്ടായി നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു വാഹനത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ആ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ലിവറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇച്ചിരി മുന്നോട്ട് നീങ്ങിയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പോർഷനായിട്ടാണ് നമുക്ക് ആ ഒരു ഗിയർ ലിവർ വരുന്നത്. 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിറ്റി യൂസിലായാലും അതുപോലെ തന്നെ ഹൈവേയിലായാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് ഓടിക്കാൻ പറ്റിയൊരു വാഹനം തന്നെയാണ്. പിന്നെ ഒരു സിറ്റി യൂസിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും ഫോർത്ത് ഗിയറിലായാൽ തന്നെ ആ ഒരു 30-40 സ്പീഡിൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ഇത്രയൊക്കെയാണ് ആ ഒരു പുറമെയുള്ള വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇരുന്നിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 5/5 ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ എനിക്കിത് അത്യാവശ്യം അത്ര പ്ലാന്റഡ് ഫുഡെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നോർമലി ഒരു ഇത് വെച്ച് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ഹെവി ആണെന്ന് പറഞ്ഞു. ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കണ്ടാൽ തന്നെ അറിയാം. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ അത്യാവശ്യം മുന്നോട്ട് ഇറങ്ങിയാണ് ഇരിക്കുന്നത്. അന്നേരം തന്നെ എനിക്ക് ഹാഫ് ഫുട്ട് എനിക്ക് വരുന്നുള്ളൂ രണ്ട് സൈഡും. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ഉള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇനി അവിടെ തന്നെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ജസ്റ്റ് ഓടിച്ച് കാണിച്ചു തരാം. ഈ രീതിയിലാണ് നമുക്ക് സ്റ്റാർട്ടായി വരുന്നത്. ട്രിപ്പറിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അതിലൊരു വെർഷനും കാര്യങ്ങളും എല്ലാം ഇതിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. ടൈമും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു മീറ്ററിനുള്ളിൽ നമുക്ക് അറിയാം. പിന്നെ അത്യാവശ്യം എൻ്റെ ഒരു ഫേസ് ലെവൽ തന്നെ ഇത് ആ ഒരു വിൻഷീൽഡ് കയറി നമുക്ക് ഹൈവേയിലൊക്കെ നല്ല സ്പീഡിൽ ക്രൂസ് ചെയ്യുമ്പോഴായാലും ക്രോസ് വിൻസും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ തടയാൻ അത് സഹായിക്കുന്നുണ്ട്. ഹിമാലയൻ്റെ ഒരു വീഡിയോ പണ്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു വിൻഡ് വൈസർ അത്ര ഇതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ കയറി നിൽക്കുന്ന രീതിയിലാണ് ഒരു സ്റ്റോക്ക് വിൻഡ് വൈസർ തന്നെ വരുന്നത്. ഇത് അപ്ഗ്രേഡ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ ഒരു മിററിൻ്റെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം വിസിബിലിറ്റി ഒക്കെ തരുന്നുണ്ട്. പക്ഷേ ആ ഒരു
ഒരുപാട് വിസിബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു മിനിമലായിട്ടുള്ളൊരു നോർമൽ സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു വിസിബിലിറ്റിയും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മിററിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ടാങ്ക് ആയാലും അത്യാവശ്യം നല്ല മാസീവായിട്ടുള്ളൊരു ടാങ്കാണ്, കുറച്ച് ഇതായിട്ട് സ്ലാൻഡിങ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. പിന്നെ കുറച്ച് അഡീഷണൽ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഇത് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഈ ഒരു സൈഡൊക്കെ ആയാലും നമുക്ക് ഇച്ചിരി വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതനുസരിച്ച് വേണം നമുക്ക് സിറ്റിയിലൊക്കെ കൊണ്ടു നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വന്നേക്കും. കാരണം അത്യാവശ്യം നല്ല സൈസായിട്ടുള്ളൊരു വാഹനം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന് ഇനി എല്ലാവർക്കും അറിയേണ്ട ഇതിൻ്റെ ഒരു പ്രൈസും കാര്യങ്ങളുമാണ്. ഈ ഒരു വാഹനം നമ്മൾ എടുത്തിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഓക്സിലറി ലൈറ്റും കാര്യങ്ങളും വെച്ചു, അതേപോലെ തന്നെ ഈ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ തന്നെ അഡീഷണൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം തന്നെ ഈ ഒരു വാഹനം സ്റ്റോക്കിൽ തന്നെയാണ് ഇപ്പം കൊണ്ടുനടന്നിട്ടുള്ളത്. ജസ്റ്റ് ഈ ഒരു ഫ്രണ്ടിലുള്ള ഒരു ക്രോമിയം എലമെൻറ്റ്സ് ഒക്കെ തന്നെ അഡീഷണൽ ചെയ്താണെന്ന് പറഞ്ഞായിരുന്നു. ഈ ഒരു വാഹനത്തിന് ഇവിടെ ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുള്ളത് ഏകദേശം 5,40,000 രൂപയാണ്. ജസ്റ്റ് ഞാനിത് ഓടിച്ചുള്ള കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് എടുക്കാം. നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ അടുത്തൊരു പാർക്കിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഹെൽമെറ്റ് വെക്കാത്തത്. നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ വണ്ടിയിലേക്ക് വരുമ്പോൾ വണ്ടി അത്യാവശ്യം 240 കിലോ ഉണ്ട്. അപ്പോൾ നമുക്ക് നിന്നിട്ടൊക്കെ തിരിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വെയിറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓടി തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഏകദേശം 47 PS പവറും അതുപോലെ തന്നെ 52.3 Nm ടോർക്കും വേണ്ടി ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. എഞ്ചിൻ അത്യാവശ്യം നല്ല ടോർക്കായിട്ടുള്ളൊരു എഞ്ചിനാണ്. പക്ഷേ GT 650 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ട്യൂണിങ്ങിൽ കുറച്ച് വ്യത്യാസമുണ്ട്. GT കുറച്ചുകൂടെ അഗ്രസീവാണ്. അതുപോലെ തന്നെ ഇതൊരു സ്പോർട്സ് ടൂർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്മൂത്തായിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ് നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. നമ്മൾ അത്യാവശ്യം കൈ കൊടുത്തെടുക്കുമ്പോഴായാലും നല്ല സ്മൂത്തായ രീതിയിലാണ് വണ്ടി കയറി വരുന്നത്. അല്ലാതെ ഒരു ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. എടുത്തു പറയേണ്ട ഇതിൻ്റെ ഒരു വൈബ്രേഷൻ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. സാധാരണ റോയൽ എൻഫീൽഡ് യൂസേഴ്സിനറിയാം ഈ ഒരു ഫുഡ് പെഗിൻ്റെ അവിടെ ആയാലും ഹാൻഡിൽ ബാറിൻ്റെ അവിടെ അതുപോലെ തന്നെ മിറേഴ്സിൻ്റെ സൈഡിലൊക്കെ ആയാലും നല്ല രീതിയിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു വാഹനത്തിൽ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ളൊരു റൈഡാണ് നമുക്ക് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എഞ്ചിൻ്റെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഇതിൽ ഉണ്ട്. നമുക്കറിയാം സാധാരണ റോയൽ എൻഫീൽഡിൻ്റെ മിക്ക വാഹനത്തിലുള്ള ഒരു സെയിം കംപ്ലയിൻ്റ് ആണിത്. കംപ്ലയിൻ്റ് ഒന്നും എടുത്ത് പറയാൻ പറ്റില്ല, കാരണം ഇത്ര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഹീറ്റും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ഒരു ലെഗിൻ്റെ സൈഡിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു മൈലേജാണ്. മൈലേജ് നമ്മൾ ഇതുവരെ ഇതിൽ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 23.7 km/ലിറ്ററാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആവുന്നേ ഉള്ളൂ. നമ്മളിത് ലോങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഓടിച്ചിട്ടില്ല. മൈലേജും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ഈ ഒരു ചാനലിൽ നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ പ്രൈസിനെ കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിരിക്കുക. സോ ഗൈസ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.